ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് മെയ്സ്നർ എഫക്ട്, കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസ്, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, യൂറോപ്യൻ യൂണിയൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ് മെക്കാനിസം ആൻഡ് ഇന്ത്യ, നെഗ്ലക്ഷൻ ഓഫ് സർജിക്കൽ കെയർ ഇൻ ഇന്ത്യ, ലാസ്റ്റായിട്ട് കൃഷ്ണ ഗോദാവരി ബേസിൻ. നമുക്ക് വൺ ബൈ വൺ ഓരോ ടോപ്പിക്സിലേക്ക് പോവാം. സോ ഫസ്റ്റ് ടോപ്പിക് മെയ്സ്നർ എഫക്ട്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ പ്ലസ് ടുവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ട് കാണും മെയ്സ്നർ എഫക്റ്റ് എന്താണ് എന്നുള്ളത്. ബേസിക്കലി സൂപ്പർ കണ്ടക്ടിങ് ഫിനോമിന കാണിക്കുന്നതിനാണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ടെക്നിക്കാലിറ്റീസിലേക്കൊന്നും പോകണ്ട. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി -1 ആകുമ്പോഴാണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. എനിവേ വാട്ട് എവർ, മെയ്സ്നർ എഫക്റ്റ് അത് ന്യൂസ് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി അല്ല, കഴിഞ്ഞ വർഷമൊക്കെ റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി സക്സസ്ഫുൾ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്ന് സൗത്ത് കൊറിയയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിരുന്നു. അതിനുശേഷം കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചൊക്കെ വന്നിരിക്കുന്നത് അത് വീണ്ടും റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ പോസിബിലിറ്റിയെ പറ്റിയൊക്കെയാണ് ന്യൂസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ദ ഹിന്ദുവിൻ്റെ അകത്തെ സയൻസ് പേജിലുള്ളതായിരുന്നു. അപ്പോൾ ജസ്റ്റ് മെയ്സ്നർ എഫക്റ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദ ഫെനോമിനൻ ബൈ വിച്ച് certain മെറ്റീരിയൽസ് അണ്ടർ certain കണ്ടീഷൻസ് ആർ ഏബിൾ ടു കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട്സ് വിത്തൗട്ട് എനി റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദേ ബിക്കം സൂപ്പർ കണ്ടക്ടേഴ്സ്. അതായത് നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ഒരു കണ്ടക്ടറിൻ്റെ അകത്തൂടെ, ഇപ്പോൾ കോപ്പർ വയറിൻ്റെ അകത്തൂടെയോ എന്തിൻ്റെ അകത്തൂടെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് പോകുമ്പോഴത്തേക്കും ഹീറ്റായിട്ടും പല രീതിയിൽ റെസിസ്റ്റൻസ് ഉണ്ട് അതിന്. അപ്പോൾ സൂപ്പർ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും അത് കാണിക്കില്ല. അപ്പോൾ അതിൻ്റെ ഫിസിക്സ് കുറച്ചധികമുണ്ട്. ഈ പറഞ്ഞ പോലെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ മെയ്സ്നർ എഫക്റ്റ് കാണിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അത് എക്സ്പെൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അതിൻ്റെ ഫിസിക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇത്ര ഒന്ന് ഓർത്തിരിക്കുക, റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ കറണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടാൻ പറ്റുന്ന ആ ഫിനോമിനാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ അങ്ങനെ ഉള്ള അതിനെ വിളിക്കുന്ന പേരാണ് മെയ്സ്നർ എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, certain മെറ്റീരിയൽസ് അണ്ടർ certain കണ്ടീഷൻസ് ആണ്. സാധാരണഗതിയിൽ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി ഒക്കെ മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വെരി ലോ ടെമ്പറേച്ചറിലാണ്. വെരി ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 10 കെൽവിൻ 20 കെൽവിൻ ആ റേഞ്ചിലേക്കൊക്കെ താഴണം. അതായത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറുകൾ മാത്രമാണ്. റൂം ടെമ്പറേച്ചറിലൊന്നും സാധാരണഗതിയിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽസ് ഒന്നും കാണിക്കില്ല. അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ വെരി ഹൈ പ്രഷർ, ഒന്നെങ്കിൽ വെരി ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെരി ഹൈ പ്രഷർ. അപ്പോൾ ഇങ്ങനത്തെ ചില പർട്ടിക്കുലർ കണ്ടീഷൻസിൽ മാത്രമേ ഈ മെറ്റീരിയൽസ് സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുകയുള്ളൂ. റൂം ടെമ്പറേച്ചറിലൊന്നും ഈ പറഞ്ഞ പോലെ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും നിലവിലില്ല. അപ്പോൾ അതേസമയം റൂം ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ നിർമ്മിച്ചെടുക്കുക, സിന്തസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ അകത്തുള്ള റിസർച്ച് ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതിന് തന്നെ ഈ വൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ പലരും എങ്ങനെയെങ്കിലുമൊക്കെ ഈ സയൻറ്റിഫിക് ഫ്രട്ടേണിറ്റി, മെറ്റീരിയൽ സയൻസിലൊക്കെ റിസർച്ച് ചെയ്യുന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ത് വില കൊടുത്തും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ പല പിയർ റിവ്യൂ ഒന്നും ഇല്ലാതെ, വേണ്ടത്ര സ്റ്റഡിയൊന്നും ഇല്ലാതെ പേപ്പേഴ്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നമൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തെ സൗത്ത് കൊറിയൻ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റിൻ്റെ പേപ്പർ. അഡിക്വേറ്റ് ആയിട്ടുള്ള ഡേറ്റ ഇല്ല, ഡേറ്റ ഒക്കെ ബോഗസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ പറഞ്ഞതുപോലെ അവരുടെ ക്ലെയിം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശാസ്ത്രലോകം തള്ളുന്ന ഒരു സ്ഥിതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ, മെയ്സ്നർ എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ സയൻറ്റിസ്റ്റ് നോ മെനി ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ബിക്കം സൂപ്പർ കണ്ടക്ടിങ് ഇൻ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, മെറ്റൽസ്, മെറ്റാലിക് കോമ്പൗണ്ട്സ്, സെറാമിക്സ്, ഹൈഡ്രൈഡ്സ് എക്സെട്ര. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള മെറ്റൽസ് തന്നെയാണെന്ന് മെറ്റാലിക് കോമ്പൗണ്ട്സ് ആകാം, സെറാമിക്സ് ആകാം, ഹൈഡ്രൈഡ്സ്, അങ്ങനെ പല സാധനങ്ങൾ സിന്തസൈസ്ഡ് ആയിട്ടുള്ളതും ഒക്കെ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കും. പക്ഷേ സാധാരണഗതിയിൽ വെരി ലോ ടെമ്പറേച്ചർ അല്ലെ വെരി ഹൈ പ്രഷർ, ദേ ഓൾ ഹാവ് വൺ തിങ് ഇൻ കോമൺ, they become superconducting either when they are cooled to extremely low temperatures or when they are subjected to extremely high pressure. സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷൻസിൽ മാത്രമേ ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുകയുള്ളൂ.
പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു റൂം ടെമ്പറേച്ചറിൻ്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10 കെൽവിൻ അല്ലെന്നുണ്ടെങ്കിൽ 20 കെൽവിൻ 5 കെൽവിൻ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഒരു ഒരു 273 കെൽവിൻ എന്ന് പറയുന്നതാണ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് ഒരു റൂം ടെമ്പറേച്ചർ ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണ് 300 കെൽവിൻ. അപ്പം നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു ടെമ്പറേച്ചറിലും ഇതിന് സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം മെയ്സ്നർ എഫക്റ്റ് എന്താണ്? ഒരു വസ്തു സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു വസ്തു, ആ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ആ പ്രതിഭാസം എന്ന് പറയുന്ന പേരാണ് മെയ്സ്നർ എഫക്റ്റ്. അപ്പോൾ മെയ്സ്നർ എഫക്റ്റ് നടക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ റിപ്പൽ ചെയ്യും. അതിനെപ്പറ്റി ഒന്നും ഓർക്കണ്ട, സൂപ്പർ കണ്ടക്ഷൻ്റെ ആംഗിൾ മാത്രം അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് ന്യൂസിൽ വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഈ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് അതിൻ്റെ പോസിബിലിറ്റിയെ പറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു സ്റ്റഡിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റിയിലെ സ്റ്റഡികളിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ ആരാദ്യം ഫ്രണ്ട് വരും എന്നുള്ള ഒരു റേസ് പോലെ നടക്കുന്നത് കൊണ്ട്, കാരണം അതിന് മാത്രം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വേണ്ടത്ര എക്സ്പെരിമെൻ്റൽ ഡേറ്റ എവിഡൻസ് ഇല്ലാതെ, പിയർ റിവ്യൂ ഇല്ലാതെ പേപ്പേഴ്സ് ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ആ ആർട്ടിക്കിളിൻ്റെ അത് പറയുന്നുണ്ട്. നിങ്ങൾ സമയമുള്ള പോലെ ഒന്ന് വായിച്ചു നോക്കുക. മെനി സയൻറ്റിസ്റ്റ് ആർ ലുക്കിംഗ് ഫോർ എ മെറ്റീരിയൽ ദാറ്റ് ബിക്കം സൂപ്പർ കണ്ടക്ടിങ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സച്ച് എ മെറ്റീരിയൽ വുഡ് ഹാവ് ആപ്ലിക്കേഷൻസ് വർത്ത് സെവറൽ ബില്യൺ ഡോളേഴ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോണിറ്ററി സിഗ്നിഫിക്കൻസ്. It could be used to make wires that transport electricity with zero loss. Such transmission losses are the largest source of electric energy loss in the world today. നമുക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് ഒരു ടൗണിലോട്ടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ പല രീതിയിലാണെന്നുണ്ടെങ്കിലുള്ള ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ലോസിനും കൂടെ കോമ്പൻസേറ്റ് ചെയ്യുന്ന അത്രയും കൂടെ പവർ അവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആവശ്യത്തിനുള്ള പവർ ഇവിടെ കിട്ടുകയുള്ളൂ, നമുക്ക് വേണ്ട സ്ഥലത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി ഒക്കെ പോസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ലോസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ലെവിറ്റേറ്റിംഗ് ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. The material will also have uses in medical diagnostics, computing, power generation, advanced electronic circuits, and many other fields. For example, the water absorbing properties of modern diapers were first tested with particle accelerators, which used superconducting magnets to work. പർട്ടിക്കുലർ ആർട്ടിക്കിളിൻ്റെ അകത്തുനിന്ന് തന്നെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ സമയമുള്ള പോലെ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കുക. മെയ്സ്നർ എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ചില മെറ്റീരിയൽസിന് ചില പർട്ടിക്കുലർ കണ്ടീഷൻസിൽ സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയർ കാണിക്കുന്നതിനെയാണ് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നാസയുടെ നമുക്കറിയാം, നാസയുടെ അപ്പോളോ മിഷന് ശേഷം നമ്മുടെ നീൽ ആംസ്ട്രോങ് ഒക്കെ ചന്ദ്രന് കാലുകുത്തിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മാൻഡ് മിഷനൊന്നും നടന്നിട്ടില്ല. അപ്പം അതിന് പിന്നെ ഒരു മിഷൻ വരുന്നുണ്ട്, ലൂണാർ മിഷൻ, നാസയുടെ നേതൃത്വത്തിൽ. വീണ്ടും മനുഷ്യനെ തിരിച്ച് ചന്ദ്രനിൽ എത്തിക്കുക എന്നൊക്കെ ഉള്ള ഒരു ലക്ഷ്യത്തോടെ കൂടി ആർട്ടിമിസ് മിഷൻ ഒക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടികളായിട്ട് ഈ പറഞ്ഞതുപോലെ മൂണിലേക്ക് പല പല മിഷൻസ് നാസ ഇപ്പം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചന്ദ്രയാൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു സക്സസ്ഫുൾ ആയിട്ട് മൂണിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന കൺട്രീസ് ഏതൊക്കെയാണ്, സ്പേസ് ഏജൻസീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഇതെന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, US ആണെന്നുണ്ടെങ്കിൽ അവരുടെ നാസയുടെ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പല ഓപ്പറേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ഫേംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം റോക്കറ്റ് ലോഞ്ചിങ് മുതൽ ഡിസൈനിങ്, റോവറിൻ്റെ പ്രൊഡക്ഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് നാസയുടെ മാത്രം ഒരു കാര്യമല്ല, നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ISROയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ വിങ് ഒക്കെ ഉണ്ട്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ്. അതായത് അവരുടെ ലോഞ്ച് പ്ലാറ്റ്ഫോം ISROയുടെ ലോഞ്ച് പ്ലാറ്റ്ഫോമുകളും അതുപോലത്തെ ലോഞ്ച് പാഡുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രൈവറ്റ് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കൊടുത്ത്, എന്നിട്ട് അത് ISROയ്ക്ക് ഒരു വരുമാനമാണ്. അതിൻ്റെ പിന്നിലുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് കൂടുതൽ സ്പേസ് ഏജൻസീസിന് കൂടുതൽ R&Dയിൽ കേന്ദ്രീകരിക്കാൻ പറ്റും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റും. പ്ലസ് ഒരു റവന്യൂ ആണ്. അപ്പോൾ അതൊരു ഗ്ലോബൽ ഫെനോമിനാണ്, US മാത്രമുള്ളതല്ല. അപ്പം
commercial lunar payload service. Private industry leads US first moon landing since Apollo. Commercial Lunar Payload Services is a NASA program to contract transportation services able to send small robotic landers and rovers to the moon's south polar region with the goals of scouting for lunar resources. അപ്പോൾ ഏതൊരു സ്പേസ് മിഷൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൈമറി എയിം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റിസോഴ്സസ് ആണ്. ഇപ്പം മാർസ് ആണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഓഫ് റിസോഴ്സസ് അതൊക്കെയാണ് ഒരു ഇൻ ജനറൽ ഒരു സ്പേസ് മിഷൻ്റെ എന്താണ് പറയുന്നത് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ റിസോഴ്സസ് നമുക്ക് ഉപകാരപ്പെടുന്നത് അവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ, തിരിച്ച് ഭൂമിയിൽ എത്തിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പോസിബിലിറ്റി ഓഫ് ലൈഫ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ദീസ് കമ്പനീസ് റേഞ്ചിങ് ഇൻ സൈസ് ബിഡ് ഓൺ ഡെലിവറിംഗ് പേലോഡ്സ് ഫോർ നാസ. ദിസ് ഇൻക്ലൂഡ്സ് എവറിത്തിങ് ഫ്രം പേലോഡ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഓപ്പറേഷൻസ് ടു ലോഞ്ചിങ് ഫ്രം എർത്ത് ആൻഡ് ലാൻഡിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ പല പല ഓപ്പറേഷനുകളും അതിൻ്റെ ഡിസൈനിങ് മുതൽ ലോഞ്ചിങ് മുതൽ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ വരെ പലതും ലാൻഡിങ്ങും ഉൾപ്പെടെ എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്ലേയേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഏജൻസീസിന് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ലോഞ്ചിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു റോക്കറ്റിൻ്റെ ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പ്ലേയേഴ്സിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട് താനും. നമുക്കറിയാം സ്പേസ് എക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനിലും അതിൻ്റെ ഡെവലപ്മെൻറ്റിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഒക്കെ നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സ്പേസ് എക്സ്, പ്രൈവറ്റ് ഫേമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിർജിൻ ഗ്രൂപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളതുണ്ട്. ജെഫ് ബെസോസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലൂ ഒറിജിൻ ഉണ്ട്. അങ്ങനെ പല പല പ്രൈവറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഭാവിയിൽ സ്പേസ് ടൂറിസം അതിനുള്ള ഒരു സ്കോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്പേസ് എക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ട് കാണും. എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ഷെയറിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ ജെഫ് ബെസോസിൻ്റെ ഉണ്ട്, ബ്ലൂ ഒറിജിൻ, വിർജിൻ ഗ്രൂപ്പിൻ്റെ ഉണ്ട്. അങ്ങനെ പല പല ഇതുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഔട്ടർ സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ അകത്തോട്ട് പ്രൈവറ്റ് പ്ലേയേഴ്സ് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ലോഞ്ചിങ് മുതൽ ഡിസൈനിങ് മുതൽ ലാൻഡിങ് അങ്ങനത്തെ പല പല കാര്യങ്ങളിലും പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ പങ്കാളിത്തം കൂടി വരുന്നുണ്ട്. ഇത് ഇൻ റെസ്പെക്ട് ടു നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസിനെ പറ്റിയാണ് ഇത് നമ്മുടെ ന്യൂസിൽ വന്നതെന്നുണ്ടെങ്കിലും അത് ഇന്ത്യയിലും ISROയിലും അത് നടക്കുന്നുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ വിങ് ഉണ്ട്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അതിനെപ്പറ്റി നിങ്ങൾ വായിച്ചിരിക്കുക. ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് കാണും. അതുപോലെ ISRO ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലോഞ്ച് സർവീസസ്, ലോഞ്ച് പാഡുകളും അവരുടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവരുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ സ്പേസ് ഏജൻസീസിനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ഒരു റവന്യൂ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. എന്താണ് ന്യൂസിൽ? യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഐസ്ലൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ്, ലെയ്ച്ചസ്റ്റീൻ അങ്ങനത്തെ കൺട്രീസിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പിംഗ് ആണ്. ആ 4 കൺട്രീസിൻ്റെ ഒരു ഗ്രൂപ്പിംഗ് ആണ്. സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലെയ്ച്ചസ്റ്റീൻ അങ്ങനത്തെ ഒരു 4 കൺട്രീസിൻ്റെ യൂറോപ്പിലുള്ള യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് അല്ലാത്ത 4 കൺട്രീസിൻ്റെ ഒരു ഗ്രൂപ്പിംഗ് ആണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അപ്പോൾ ഇതെന്തുകൊണ്ട് ന്യൂസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഒരു FTAയ്ക്കുള്ള ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട്. FTA എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞതുപോലെ ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ പരമാവധി കുറച്ചുകൊണ്ട് തന്നെ ഫ്രീ ട്രേഡ്, ഈ പറഞ്ഞ പോലെ താരിഫുകൾ അതൊക്കെ ഇല്ലാതാക്കിയോ അല്ലെങ്കിൽ വളരെ മിനിമൈസ് ചെയ്തോ ട്രേഡിനെ കുറച്ചുകൂടി ഈസി ആക്കുക എന്നുള്ളതാണ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ്. ഇന്ത്യ പല പല രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില RCEP പോലെയുള്ള എഗ്രിമെന്റ്സിൻ്റെ അകത്തുനിന്നൊക്കെ ഇന്ത്യ വിട്ടു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് ഇന്ത്യ FTAയുടെ ചർച്ചകളിലൊക്കെ ആയിരുന്നു. പക്ഷേ
അതിൻ്റെ അകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ആയിരുന്നു നമ്മുടെ ഒരു ടോപ്പ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ആയിരുന്നു സ്വിറ്റ്സർലൻഡ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി അബോലിഷൻ അവർ ചർച്ചയിലെ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് ഒരു പൊട്ടൻഷ്യൽ FTA സൈൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന അഡ്വാൻറ്റേജ് സ്വിറ്റ്സർലൻഡ് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി അബോലിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടും. അതാണ് ഇന്ത്യയുടെ കൺസേൺ. അപ്പോൾ എന്താണ് FTA, എന്താണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി അബോലിഷൻ ഒക്കെ കൊണ്ടുവരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കംപ്രൈസസ് ഐസ്ലാൻഡ്, ലിechtenstein, നോർവേ, Switzerland, which is an intergovernmental organization for the promotion and intensification of free trade. EFTA countries are not part of European Union. അപ്പോൾ ഓർത്തിരിക്കുക, യൂറോപ്പിലുള്ള കൺട്രീസ് ആണ്, പക്ഷേ യൂറോപ്യൻ യൂണിയൻ്റെ പാർട്ടല്ല. സ്വിറ്റ്സർലൻഡ്സ് ഡിസിഷൻ ടു എലിമിനേറ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ലിമിറ്റ്സ് FTA യൂട്ടിലിറ്റി ഫോർ ഇന്ത്യ. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എലിമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈ നമ്മുടെ ഈ പർട്ടിക്കുലർ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിലുള്ള കൺട്രീസുമായിട്ട് FTA സൈൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സ്വിറ്റ്സർലൻഡ് ഈസ് ഇന്ത്യസ് ടോപ്പ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ഇൻ EFTA. ഇപ്പം നമുക്കറിയാം ബാക്കി രാജ്യങ്ങൾ, ഇപ്പം നോർവേ ആണെന്നുണ്ടെങ്കിലും ഐസ്ലാൻഡ് ആണെന്നുണ്ടെങ്കിലും അത്ര കണ്ട് ഇന്ത്യൻ പ്രൊഡക്ട്സ് ഒന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളല്ല. സോ സ്വിറ്റ്സർലൻഡ് ഈസ് ഇന്ത്യസ് ടോപ്പ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ഇൻ EFTA ആൻഡ് ദി ഇമ്പോർട്ട് ഡ്യൂട്ടി അബോലിഷൻ മീൻസ് ദാറ്റ് Indian products would face a higher degree of competition in Switzerland despite an FTA with the EFTA. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. So far India has signed 13 free trade agreements with its trading partners, including 3 agreements, namely India-Mauritius Comprehensive Economic Cooperation and Partnership Agreement, India-UAE Cooperation Comprehensive Partnership Agreement, and the India-Australia Economic Cooperation and Trade Agreement signed during the last 5 years. നമ്മുടെ PIB-ക്കകത്തു നിന്നുള്ള ഒരു ഡേറ്റയാണ്. അത് പല രാജ്യങ്ങളുമായിട്ടുണ്ട്. ഇന്ത്യ ശ്രീലങ്ക ഉണ്ട്, ഇന്ത്യ ജപ്പാൻ, ഇന്ത്യ മലേഷ്യ, ഇന്ത്യ സിംഗപ്പൂർ, അതുപോലെ തന്നെ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ്, ആ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ എക്കണോമിക്സിൻ്റെ അകത്ത് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്, ഈ പ്രൊട്ടക്ഷനിസ്റ്റ് എക്കണോമി എന്താണ്, അതിൻ്റെ ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് എക്കണോമിയുടെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞ പോലെ ഫ്രീ ട്രേഡൊക്കെ അലോ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്തത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. ഇപ്പോൾ ഈ GI ടാക്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ന്യൂസിൽ വരും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിൽ വരുന്ന GI ടാഗ് കിട്ടുന്ന പ്രോഡക്ട്സ് ഒക്കെ ഏതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അത് എന്തൊക്കെയാണെന്നുള്ള ഓർത്തിരിക്കുക. അത്രയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ GI പ്രോഡക്ട്സും നമുക്ക് പഠിച്ചിരിക്കാനൊന്നും പറ്റുമല്ല. ഇതിൻ്റെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ അകത്തുനിന്ന് തന്നെ 196, ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ അകത്ത് നിന്ന് 285 GI പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റുമല്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ന്യൂസിൽ കാണുന്ന സാധനങ്ങളൊക്കെ അതെന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മറയൂർ ശർക്കര, ഈ പറഞ്ഞ പോലെ ഗ്രന്ഥകശാല, ജീവകശാല, അങ്ങനെ നമുക്ക് കേട്ട് പരിചയമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 products ഫ്രം ഒഡീഷ ഹാവ് ബാക്ക് ദ കവറ്റഡ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് വിച്ച് റെക്കഗ്നൈസസ് ദർ എക്സ്ക്ലൂസിവിറ്റി ടു ദ സ്റ്റേറ്റ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ പല പ്രൊഡക്ഷനാണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറിലാകാം, ഫുഡ് പ്രൊഡക്ഷനാകാം, ഹാൻഡിക്രാഫ്റ്റ്സിനാകാം, അങ്ങനെ പല സാധനങ്ങൾക്കും ഇങ്ങനെ GI ടാഗുകൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്തും ദ ഹിന്ദുവിൻ്റെ അകത്തും ഇതിനെപ്പറ്റി ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശിൽ നിന്നും ഒഡീഷയിൽ നിന്നൊക്കെ ആയിട്ടുള്ള കുറച്ചധികം പ്രൊഡക്ട്സിന് GI ടാഗ് കിട്ടി. അതായിരുന്നു അതിൻ്റെ ന്യൂസ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അതുപോലെ തന്നെ ദ ഹിന്ദുവിൻ്റെ അകത്തും ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് എടുത്തിരിക്കുന്ന ഒരു ക്ലിപ്പിംഗ് ആണ് ഡിസെറ്റിംഗ് GI ടാക്സ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രജിസ്ട്രി. ഇപ്പോൾ GI ടാക്സ് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് വൈസ് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സാധനങ്ങൾ അഗ്രികൾച്ചറിനാണ്, ഹാൻഡിക്രാഫ്റ്റിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത്. അങ്ങനെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നു. ജസ്റ്റ് അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. GI ടാക്സ് എവിടെയൊക്കെയാണ്, എന്തിനൊക്കെയാണ്, ആരാണ് GI ടാഗ് ഇന്ത്യയിൽ കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇന്റർനാഷണൽ കൊമേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. പുതുതായിട്ട് ന്യൂസിൽ വരുന്ന എന്തെങ്കിലും GI പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് യൂറോപ്യൻ യൂണിയൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആൻഡ് ഇന്ത്യ. അപ്പം നിങ്ങൾ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി ഒക്കെ ന്യൂസിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇന്ത്യക്ക് അതിലുള്ള കൺസേൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ
കാർബൺ ഫുട് പ്രിന്റ് കൂടുതലുള്ള പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഹയർ ടാക്സ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഒക്കെ ഹയർ ടാക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യ അത് വളരെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും. കാരണം ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ സ്റ്റീൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ ഇപ്പോൾ ജർമ്മനി അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ വരുന്നതിൻ്റെ അകത്ത് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന അങ്ങോട്ടേക്ക് പോകുന്ന എക്സ്പോർട്സിന് കൂടുതൽ ടാക്സ് വരിക എന്ന് പറയുന്നത്, അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ വേറെ ഓപ്ഷൻസ് ഒക്കെ നോക്കും. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇന്ത്യ പറയുന്നത് അതിൻ്റെ അകത്ത് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, അപ്പോൾ നമ്മൾ എന്താണെന്നുള്ള അറിഞ്ഞിരിക്കുക. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വിച്ച് ഇസ് എ പോളിസി ഡിസൈൻഡ് ടു ടാക്സ് കാർബൺ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് എൻറ്ററിംഗ് ദ EU with its first phase beginning on October 1, 2023 and full implementation scheduled for January 1st, 2026. അപ്പോൾ ഒക്ടോബർ മുതൽ തന്നെ ഇന്ത്യ അതിൻ്റെ കൺസേൺസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കറിയാം ഇന്ത്യ ഭയങ്കരമായിട്ട് കോൾ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ കാർബൺ ഇൻറ്റൻസീവ്, അതായത് കാർബൺ ഫുട് പ്രിൻ്റ് വളരെ കുറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഷോർട്ട് പീരീഡിലൊന്നും അത്ര പ്രായോഗികമല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ EUവിലെ പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റീൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു കൺസേൺ ആണ്. സോ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഇസ് എ പാർട്ട് ഓഫ് ദ ഫിറ്റ് ഫോർ 55 in 2030 പാക്കേജ്. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു വിഷണറി ഒരു പാക്കേജ് ഒരു ഇതായിരുന്നു. Which is EU's plan to reduce greenhouse gas emissions by at least 55% by 2030 compared to 1990 levels in line with the European climate law. അപ്പോൾ നമ്മുടെ പാരീസ് അഗ്രിമെന്റ് അതിൻ്റെ അകത്തുള്ള ഗോൾസ് ഒക്കെ വെച്ച പോലെ യൂറോപ്യൻ യൂണിയൻ്റെ അവരുടെ ഒരു വിഷനാണ് ഫിറ്റ് ഫോർ 55 in 2030 പാക്കേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും 2070 കൂടി കാർബൺ ന്യൂട്രൽ നെറ്റ് സീറോ എമിഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങളും പല പല ടാർഗറ്റ്സ് വെച്ചിട്ട് അതിനുവേണ്ടിയുള്ള വർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ EVസിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല പല മെക്കാനിസംസ് നമ്മളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം CBAM എയിംസ് ടു അഡ്രസ് ക്ലൈമറ്റ് ഗോൾസ് ആൻഡ് പ്രിവെന്റ് കാർബൺ ലീക്കേജ് ബൈ ഇമ്പോസിംഗ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ ഗുഡ്സ് ഫ്രം നോൺ EU കൺട്രീസ് വിത്ത് ഹൈ കാർബൺ ഇൻറ്റൻസിറ്റി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആസ് ഓഫ് നൗ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റീൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളിൻ്റെ ഒക്കെ ഉപയോഗം അതിൻ്റെ പ്രൊഡക്ഷൻ്റെ അതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഹൈ കാർബൺ ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ഫീസിബിൾ അല്ല. അപ്പോൾ ആ കാര്യങ്ങളാണ്. ദ റവന്യൂ ജനറേറ്റഡ് ഫ്രം CBAM വിൽ ബി യൂസ്ഡ് ടു സപ്പോർട്ട് EU ക്ലൈമറ്റ് പോളിസീസ് വിച്ച് ക്യാൻ ബി ലേൺഡ് ബൈ അതർ കൺട്രീസ് ടു സപ്പോർട്ട് ഗ്രീൻ എനർജി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ടാക്സേഷൻ വഴി കിട്ടുന്ന ടാക്സ് റവന്യൂ യൂറോപ്യൻ യൂണിയൻ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് പോളിസീസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. അതായിരുന്നു അവരുടെ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പറയുന്നത് അത് ഈ പറയുന്ന പോലെ ഒരു ഫെയർ ആയിട്ടുള്ള പ്രാക്ടീസ് അല്ല. നമ്മുടെ പാരീസ് അഗ്രിമെൻറ്റിലൊക്കെ ഉള്ളതാണ് കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ മേലുള്ള അതേ ടാർഗറ്റ്സ് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിനും കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അവർ ഓൾറെഡി ഡെവലപ്ഡ് ആകുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എമിഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ലെവലിലോട്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിനെയും ടാർഗറ്റ്സ് വെക്കണമെന്നൊക്കെ പറയുന്നത് ന്യായമല്ല. അതുകൊണ്ടാണ് നമ്മൾ കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനത്തെ ആ കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒരു ലംഘനമാണ് ഇതെന്നൊക്കെയാണ് ഇന്ത്യ WTOയിൽ കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ കൺസേൺസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യ ബീയിങ് എമംഗ് ദ കൺട്രീസ് പൊട്ടൻഷ്യലി അഡ്വേഴ്സ്ലി അഫക്റ്റഡ് has started working on its own carbon trading mechanism known as carbon credit trading system. The CCTS coupled with the green credit program rules aims to incentivize emission reductions and environmentally proactive actions respectively. അപ്പോൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെക്കാനിസം ഒക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഓൾറെഡി ഉള്ള വർക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യ ഹാസ് റൈസ്ഡ് കൺസേൺസ് അബൌട്ട് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വയലേറ്റിംഗ് ദ കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഈ പറഞ്ഞ പോലെ ഡെവലപ്ഡ് കൺട്രീസിനുള്ള ക്ലൈമറ്റ് ടാർഗറ്റ്സ് ആയിരിക്കില്ല ഡെവലപ്പിംഗ് കൺട്രീസിന്, അതായിരിക്കില്ല ഈ പറഞ്ഞതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനുള്ളത്.
അപ്പോൾ അതിനെയാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. എഗ്രീഡ് അപ്പോൺ ബൈ ദ പാരീസ് അഗ്രിമെന്റ് ആൻഡ് ഹാസ് ചലഞ്ച് ഇറ്റ് ബിഫോർ ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. നമ്മൾ ഇതിൻ്റെ ഒരു ഈ CBAM-നെ ഇന്ത്യ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയാണ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലെ ഒന്ന്. അടുത്തത് നെഗ്ലക്ഷൻ ഓഫ് സർജിക്കൽ കെയർ ഇൻ ഇന്ത്യ. മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെയാണ് നമ്മൾ ഇതിന് മുമ്പത്തെ ന്യൂസ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രിലിംസിനേക്കാളും CBAM എന്താണെന്നുള്ള പ്രിലിംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ചലഞ്ചസും വേ ഫോർവേഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സർജിക്കൽ കെയർ, ഇത് സർജിക്കൽ കെയറിന് മാത്രമല്ല, ഇന്ത്യയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്, അതനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതനുസരിച്ചുള്ള പ്രൊഫഷണൽസ് ഇല്ല, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇല്ല. ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും നഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൗഡിങ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ, പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് സർജറീസിൻ്റെ കാര്യം വെച്ചിട്ടാണ്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം നോക്കുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൻസെറ്റ് കമ്മീഷൻ ഓൺ ഗ്ലോബൽ സർജറി നോട്ട്സ് എ സിഗ്നിഫിക്കൻറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സർജിക്കൽ റേറ്റ്സ് ഇൻ ന്യൂസിലാൻഡ് ആൻഡ് ഇന്ത്യ. അപ്പോൾ ന്യൂസിലാൻഡ് പോലെയുള്ള ഒരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഹെൽത്ത് കെയർ കവറേജ് ഒക്കെ ഉണ്ട്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറവാണ്. വളരെ ബേസ് ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ട്, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ക്രൗഡിങ് ആണ്. നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന സർജറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷനൊക്കെ വ്യത്യാസമുണ്ട്. അനസ്തേഷ്യ വേണ്ടാത്ത സർജറീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈനർ സർജറീസ് ഒക്കെ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം ഓർക്കണം. നിങ്ങൾ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സിനറിയോ വെച്ചിട്ട് പറയരുത്. ഒരു ഓൾ ഇന്ത്യ സിനറിയോയിലാണ് നമ്മൾ പറയുന്നത്. സോ ന്യൂസിലാൻഡ് വിത്ത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഹാസ് 5,000 സർജറീസ് പെർ 1 lakh people, while India's surgical rates vary between 166 and 3,646 surgeries per 1 lakh people. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വലിയൊരു അന്തരമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇതായിരുന്നു ആ ആർട്ടിക്കിൾ. നിങ്ങൾക്ക് അതൊന്ന് നോക്കാവുന്നതാണ്. റൈറ്റ് ടു ആക്സസ് സർജറി. മോർ ദാൻ 90% ഓഫ് ഇന്ത്യൻസ് ആർ എസ്റ്റിമേറ്റഡ് ടു ഹാവ് നോട്ട് ടു ഹാവ് ആക്സസ് ടു സർജറി വെൻ റിക്വയർഡ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് കൃഷ്ണ ഗോദാവരി ബേസിൻ. അത് എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേ നാളുകളായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണ ഗോദാവരി ബേസിൻ നമ്മുടെ ഓയിൽ റിസർവ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ന്യൂസിലുണ്ടായിരുന്നു. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് ഓയിൽ പ്രൊഡക്ഷൻ നടന്നു, ONGC. അപ്പോൾ അതായിരുന്നു ന്യൂസിൽ വരാൻ കാരണം. ഇത് ONGCയിൽ തന്നെ അവർ പഴയ ട്വിറ്ററിൽ, ഇപ്പോഴത്തെ X-ൽ ട്വീറ്റ് ചെയ്തിരുന്ന ഒരു പോസ്റ്റായിരുന്നു. ONGC commences its first oil flow to FPSO from Krishna Godavari deep water block on January 7, 2024, nearing completion of phase 2 project. പല ഫേസ് ആയിട്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് കുറച്ച് ഡിലേ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് കൃഷ്ണ ഗോദാവരി ബേസിൻ എവിടെയാണ്, അവിടുത്തെ എന്തുമാത്രം ഓയിൽ റിസർവ്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ദ പ്രൊജക്ട് ബിഗാൻ in 2016 and was completed in 2017. However, there were significant delays due to COVID. India is the world's third largest consumer of crude oil and depends on imports to meet over 85% of its requirement. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒക്കെ വൈഡൻ ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടാണ്. നമുക്ക് അതുമാത്രം റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്രൂഡ് ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒക്കെ വൈഡൻ ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇന്ത്യ ഡിപ്പെൻഡ്സ് ഓൺ ഇമ്പോർട്ട് ഫോർ ഓവർ 80% ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്. The country is also a major importer of natural gas, as domestic gas output is able to meet around 50% of the demand. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള റിസോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ടിൻ്റെ ഡിപ്പെൻഡൻസിയെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ഇത് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, ഇവിടെ ആ പർട്ടിക്കുലർ ഡിസ്കവറി വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അത് പല ഫേസ് ആയിട്ടാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓഫ് ഷോർ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വരാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കോവിഡ് കാരണമുള്ള ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടെ ഒരു പേസ് പിക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കൃഷ്ണ ഗോദാവരി ബേസിൻ ഇസ് എ pre-cratonic passive margin basin in India. It is spread across more than 50,000 square kilometers in the Krishna River and Godavari River basins in Andhra Pradesh. The site is known for D6 block, where Reliance Industries discovered the biggest natural gas resource in India in 2003. നമ്മളിത് കുറച്ചായിട്ട് ന്യൂസിലുണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ
പല പല ഫേസുകളായിട്ടാണ് നടക്കുന്നത്. ഓഫ് ഷോർ റിഗുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഒക്കെ വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കും. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.